ഇന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല ക്രിസ്പിയും നല്ല ഹെൽത്തിയും. അരി അരയ്ക്കണ്ട, വെള്ളത്തിൽ കുതിർത്തി വെക്കണ്ട, വെയിറ്റ് ചെയ്യണ്ട, പെട്ടെന്ന് തന്നെ 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റും നല്ലൊരു അടിപൊളി ദോശയും ചട്നിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെറുപയറിൻ്റെ പരിപ്പുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ക്രിസ്പിയാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് ചെറുപയർ പരിപ്പിട്ട് കൊടുക്കുക. തൊലികളൊന്നും ഇല്ലാത്ത പരിപ്പാണ് കേട്ടോ. അത് നമുക്കിനി വെള്ളത്തിലേക്ക് ഒരു 10 മിനിറ്റ് കുതിർത്ത് വെക്കാം. അഥവാ തിരക്കുള്ള ദിവസമാണെങ്കിൽ ഒരു നേരിയ ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കൊണ്ട് കുതിർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു 10 മിനിറ്റ്, ഞാനിപ്പോൾ പച്ചവെള്ളമാണ് ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റോടെ ഇരിക്കട്ടെ കേട്ടോ. പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും, നന്നായിട്ട് പൊന്തി വരികയും ചെയ്യും കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോഴത്തേക്കും ഇതൊന്ന് കുതിർന്ന് വരുമ്പോഴത്തേക്കും നമുക്കൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇരുമ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇച്ചിരി കടുക് ഇട്ടു, കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുത്തു. ഈ കടുകും ജീരകവും കൂടെ ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ. അതൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഒരു സ്പൂണ് നമ്മുടെ ഉഴുന്ന്, അത് ഉഴുന്ന് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മുഴുവൻ ഉഴുന്നാണ്. നിങ്ങൾ പരിപ്പായാലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ കടലപ്പരിപ്പ്, അതും കൂടെ ഒരേ ക്വാണ്ടിറ്റിയിൽ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 3 സവാള അത്യാവശ്യം വലുപ്പത്തോടു കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇടുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, അതൊക്കെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 3 പീസ്, ഒരു ചെറിയ 3 കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തു. ഒരു 5-6 പീസ് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. എന്നിട്ടൊരു നല്ല പഴുത്ത നല്ല വലുപ്പമുള്ളൊരു തക്കാളിയാണ്. നിങ്ങളുടെ ചെറുതാണെങ്കിൽ 2 എടുക്കുക കേട്ടോ. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഉപ്പൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഈ ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ചമ്മന്തി അരക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. പിന്നെ നിങ്ങൾ കയ്യിൽ മുഴുവൻ മുളകുണ്ടെങ്കിൽ വറ്റൽമുളകുണ്ടെങ്കിൽ അതെടുക്കുക. എൻ്റെ കയ്യിലിപ്പോൾ അതില്ലാത്തത് കൊണ്ട് ഞാൻ ചില്ലി ഫ്ലെക്സാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ മുഴുവനായിട്ട് ചില്ലി ഫ്ലെക്സ് ആക്കി സൂക്ഷിച്ച് വെച്ചിരിക്കണമായിരുന്നു. അപ്പോൾ മുഴുവനായിട്ട് എൻ്റെ കയ്യിലുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഒരു ഇത്തിരി നേരം കഴിയുമ്പം ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരുന്നൊരു പരുവത്തിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം തണുത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ടൊരു ഇത്തിരി വെള്ളവും ഉപ്പ്, നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂടി പോകാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ടൊരു ഇച്ചിരി വെള്ളം, ഒരു എന്താ പറയുക, നമുക്ക് ആ ചട്നി ഒരു കട്ടിയിലുള്ളൊരു ചട്നിയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് താളിച്ചൊഴിക്കണം. ഞാനിവിടെ ഒരു പാനിലേക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുത്തു. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ആ ചട്നിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇതിവിടെ ഇരിക്കട്ടെ. നമ്മുടെ ചെറുപയർ പരിപ്പ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് കുറച്ച് സാധനം കൂടി ഇതിൽ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു പച്ചമുളക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു ടൈമിൽ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അധികം കൂടുതൽ ലൂസായി പോകരുത്. അപ്പോൾ നമ്മുടെ ഈ ബാറ്ററി ശരിയാകത്തില്ല. അപ്പോൾ ഇച്ചിരി കുറച്ച് കട്ടിക്ക് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് നല്ല കട്ടിയിൽ തന്നെ കേട്ടോ ഉള്ളത്. എൻ്റെ കൈ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുക, നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ടോ എന്ന് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ചുട്ടെടുക്കാം. അതല്ല എങ്കിൽ ഇപ്പം തന്നെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇച്ചിരി വെള്ളം അതിൻ്റെ മുകളിലേക്ക്, അത് ആ ഒരു ചൂടൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തെളിച്ച് കൊടുത്തിട്ട് ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഒരു കയ്യിൽ ബാറ്റർ എടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരേ
സൈഡിലേക്ക് ഇങ്ങനെ പരത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് ഓയിൽ ആ 4 ഭാഗത്തും ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാവുമ്പോൾ അടിഭാഗം നല്ലതായിട്ട് ഒരു നേരൊരു ബ്രൗൺ കളർ ആകുന്ന വരെ വെയിറ്റ് ചെയ്യാം. കണ്ടോ, ഈ എടുക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ദോശ നല്ല ക്രിസ്പിയാണെന്ന്. നമുക്കിത് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഒരു ദോശയും കൂടെ നമുക്ക് ചുട്ടെടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നിങ്ങളിത് വീഡിയോസ് മുഴുവനായിട്ട് കാണാൻ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്ത് കാണാം കേട്ടോ. ഞാനിപ്പോൾ ഇത് പാത്രത്തിലേക്ക് വെച്ച് വീണ്ടും ഇച്ചിരി കൂടെ വെള്ളം ഒന്ന് തെളിച്ച് നന്നായിട്ട് ആദ്യത്തെ ആ ഓയിലും ആ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കല്ലൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഒരേ സൈഡിലേക്ക് തന്നെ ഇങ്ങനെ കറക്കിയെടുക്കാം. കറക്കിയെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ഇച്ചിരി സവാള കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ട് ഞാനിവിടെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് ഒരു ചെറിയ പീസ് മല്ലിയില, ചെറിയ ചെറിയ കഷ്ണങ്ങൾ, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസസായിട്ട് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും മസാല പൗഡർ, ചമ്മന്തിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ നമ്മുടെ കാശ്മീരി മുളക് പൊടി ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാകുമ്പോൾ ദോശ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് ഓയിൽ അതിന് സൈഡിലേക്ക് ഒഴിച്ചു കൊടുത്തു. നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. അതുവരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് മടക്കിയെടുക്കാം. കണ്ടോ, ഇത് അതിലും സൂപ്പറായിട്ടുണ്ട് ദോശ. അപ്പം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മുടെ ചട്നിയും കൂടിയിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത് ചുടുന്ന സമയത്ത് ഓയിലിന് പകരം ബട്ടറും നെയ്യൊക്കെ യൂസ് ചെയ്താലും കുട്ടികൾക്ക് നല്ലതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറന്നു പോയത്. ചാനലൊന്ന് പ്ലീസ് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.